ഇത് വളരെ ശക്തമായിട്ട് അസോസിയേഷൻ ഈ നടപടിയെ അപലപിക്കുകയാണ്. കാരണം സിനിമ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രബലമായ ഒരു ഇൻഡസ്ട്രിയാണ്. ഏറ്റവും കൂടുതൽ സർക്കാരിന് വരുമാനം കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് കുടുംബങ്ങൾ കഴിയുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്, ഒരു വ്യവസായം കൂടിയാണ് ഇൻഡസ്ട്രി. ഇത് സിനിമ ഇത് വെച്ച് പുലർത്തുന്നതിന്റെ പാട്, ഇത് കൊണ്ടു നടക്കുന്നതിന്റെ പാട് ഒരു നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്ന് പലവട്ടം ഞങ്ങളുടെ പല കഷ്ടപ്പാടുകളും ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതാണ്. ഈ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് സർക്കാർ ഞങ്ങൾക്ക് ഒരു നികുതിയും കൂടെ ഞങ്ങളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുമായിരുന്നു, എന്റർടൈൻമെന്റ് ടാക്സ്. അപ്പം ഇരട്ട നികുതി കൊടുത്തുകൊണ്ട് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യവസായത്തിന് ഇതിന്റെ ഒരു ഷൂട്ടിംഗ് പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് സിംഗിൾ വിൻഡോ മോഡലിൽ സിനിമ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തരണം. അതും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ തിരിഞ്ഞു നോക്കാതെ ഞങ്ങളുടെ ഒരു ആശുപത്രിയിൽ പെർമിഷനോടുകൂടി, അതായത് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെ അടുത്തു നിന്ന് 18-ാം തീയതി ഞങ്ങൾ അങ്ങോട്ട് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ അങ്ങോട്ട് കത്ത് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാവുകയും ചെയ്ത് പെർമിഷനോടുകൂടി ഷൂട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ റിസപ്ഷൻ ഹാളും കാഷ്വാലിറ്റി ട്രീറ്റ്മെന്റ് റൂമും ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ സിനിമ ചിത്രീകരിച്ചത്. ആ ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ട് ആ ആശുപത്രി വളപ്പിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് നിർത്തിവെക്കാനായിട്ടുള്ള അധികാരമുണ്ടായിരുന്നു. ആശുപത്രി അധികൃതർക്ക് അധികാരമുണ്ട്, ഇതിന്റെ സൂപ്രണ്ടന്റുണ്ട്. അപ്പം ഈ ചിത്രീകരണ വേളയിലൊന്നും ഇത് സംഭവിക്കാതെ ഇത് കഴിഞ്ഞ ഒരു ദിവസം ആരോ പറഞ്ഞ ഒരു ഹിയർസയുടെ പുറത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കേസ് എടുത്തു എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണോ? ഇന്ന് രാവിലെയും ഈ ഷൂട്ടിംഗ് നടത്തിയിട്ടുള്ള അതിന്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ അവിടെ ചെന്ന് സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു വിഷയവും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് അത്തരമൊരു ബുദ്ധിമുട്ട് ഈ ചിത്രീകരിക്കുന്നതിന്റെ ഇടയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരം നടപടികൾ സർക്കാർ ഒന്നുകൂടി അവധാനത്തോടുകൂടി നോക്കി ഒരു 2 വട്ടം ആലോചിച്ച് വേണം ഇത്തരം വ്യവസായത്തിനോട് ഈ ചെയ്യാനായിട്ട്. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ഇത്തരം സിനിമകൾ നിർമ്മാണ പ്രക്രിയയുമൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ്. കാലാവസ്ഥ ഒന്നാണ്, ഒരു വിഷയമാണ്, മറ്റു വിഷയങ്ങൾ പലതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം നിലപാടുകൾ ശരിക്കും തികച്ചും അപലപനീയമാണ്. ഇത് ഒന്നുകൂടി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലെത്താവുള്ളൂ. ഇത് ഒന്നുകൂടി അത് മാത്രമല്ല, സിനിമയുടെ ചുമതലയുള്ള മന്ത്രി കൂടി ഇതിനകത്ത് ഇടപെടണം. സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാരിലെ മറ്റു മന്ത്രിയുണ്ട്, MLA-മാരുണ്ട്. അപ്പം അവർക്കെല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ സിനിമയുടെ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ശക്തമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ ഒരു നിലപാട്, സർക്കാരിന്റെ ഈ നിലപാടിനെ അപലപിക്കുക തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്.